ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സനിജ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സനിജ. എനിക്ക് 40 വയസ്സിന് മേൽ പ്രായമുണ്ട്. മോൾ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. ഒരു മോനുണ്ട്. അവൻ ബോർഡിങ്ങിൽ നിന്നാണ് പഠിക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ വിദേശത്താണ്. അവർക്ക് ആൺമക്കളില്ല. അവൻ ഒരു ദിവസം വന്നപ്പോൾ ആഗ്രഹം പറഞ്ഞു. അതുകൊണ്ട് ആ ചിലവുകളെല്ലാം ഭർത്താവിൻ്റെ ചേട്ടൻ നിർവഹിച്ച് അവനെ അവൻ്റെ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു ബോർഡിംഗ് സ്കൂളിലാക്കിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി കാണും, ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യും. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാറ്റിനും പ്രാധാന്യം എൻ്റെ മോൾക്കാണ്. എൻ്റെ ഭർത്താവിന് ആദ്യത്തെ കുട്ടിയായതുകൊണ്ടും പെൺകുട്ടിയായതുകൊണ്ടും മോൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. ഞാൻ എപ്പോഴും പറയും, പെൺകുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കരുത്, അവൾ വഷളാക്കുമെന്ന്. അപ്പോൾ അച്ഛനും മോളും കൂടെ എൻ്റെ നേരെ തിരിയും. രണ്ടുപേരും കൂടെ എപ്പോഴും ഒരുമിച്ചിരുന്നാൽ TV കാണുകയും എവിടെയെങ്കിലും പോവുകയും ചെയ്യുന്നത്. ഞാൻ കൂടെ പോകുന്നത് വളരെ കുറവാണ്. ഞാൻ ചെല്ലുന്നത് അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് പോലെയാണ്. അങ്ങനെ രണ്ടുപേർക്കും അമിത സ്നേഹമാണ്. എൻ്റെ ഭർത്താവാണെങ്കിൽ വല്ലാതെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. സ്ത്രീകളെപ്പോലെ തന്നെ വലിയ സൗന്ദര്യ സംരക്ഷകനാണ്. ഒത്തിരി ക്രീമുകളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ വാങ്ങി വെച്ച് യൂസ് ചെയ്യും. എനിക്ക് പോലും അത്തരം പ്രൊഡക്റ്റുകളില്ല മാഡം. സൗന്ദര്യ സംരക്ഷണത്തിനും ഫാഷനും വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ചിലവഴിക്കും. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ ചിലവഴിച്ചാലും പ്രശ്നമില്ല. നല്ല മോഡേണായിട്ട് സുന്ദരിയായിട്ട് നടക്കണമെന്ന് എപ്പോഴും പറയും. ഭർത്താവിൻ്റെ ഈ ഒരുക്കവും സിനിമാ നടന്മാരെ പോലെ നടക്കാനുള്ള ശ്രമവും ആദ്യകാലങ്ങളിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇഷ്ടമാണ് അദ്ദേഹത്തെ, കാണാൻ കൊള്ളാം, അതുകൊണ്ട് എനിക്ക് നല്ലത് തന്നെ. പക്ഷേ മറ്റു പെണ്ണുങ്ങൾ പെട്ടെന്ന് പറ്റിക്കൂടും. നിൻ്റെ ഭർത്താവ് സുന്ദരനാണ്, ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയത് നിൻ്റെ ഭാഗ്യം. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കില്ല. നിൻ്റെ ഭർത്താവ് എപ്പോഴും എന്ത് സ്റ്റൈലായിട്ട് നടക്കുന്നത്. 40 മേൽ പ്രായമുണ്ടെങ്കിലും പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 25-30 പറയുകയുള്ളൂ. നല്ല സ്റ്റൈലാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആദ്യം നല്ല സന്തോഷം തോന്നും. പിന്നെ എനിക്ക് സംശയവുമാണ്, ഇനിയിപ്പം ഇവളുമാർ ഇനി ചാറ്റ് ചെയ്യുമോ, പുള്ളിയെ വിളിച്ചുകൊണ്ട് പോകുമോ? പുള്ളിക്കാണെങ്കിൽ കലാപരിപാടികൾക്കൊക്കെ നല്ല ഐറ്റം ഡാൻസ് കയ്യിലുള്ള ആളാണ്. അതെനിക്കറിയാമല്ലോ. എന്നോട് ഒരു കുഴപ്പവുമില്ല, നല്ല സ്നേഹവുമാണ്. എൻ്റെ മുന്നിൽ സർവ്വകലാസമ്പന്നനുമാണ്. പക്ഷേ ഇങ്ങനെ സുന്ദരക്കുട്ടപ്പനായിട്ട് നടന്ന് എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാക്കി വെക്കുമോ? ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്ന് തോളിൽ കയറുമോ? ഇങ്ങനെ എന്നെ ഇട്ടിട്ട് പോകുമോ എന്നൊക്കെ ആദ്യകാലം മുതലേ എനിക്ക് സംശയമുണ്ട്. പക്ഷേ കൂടുതൽ ഞാനത് പറയില്ല, ഇടയ്ക്കിടയ്ക്ക് വിലക്കും. പക്ഷേ പുള്ളിക്ക് അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല. മറ്റുള്ളവർ സ്വന്തം സൗന്ദര്യത്തെ ഒന്ന് അഭിനന്ദിക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ്. അതൊരു ഷോ ആയിട്ട് മാത്രമാണ് ഞാൻ പിന്നീട് മനസ്സിൽ കണ്ടത്. എങ്കിലും ഞാൻ റെഗുലർലി ചെക്ക് ചെയ്യും എന്തെങ്കിലും അലകുലത്തുകളുണ്ടോയെന്ന്. പക്ഷേ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. വല്ല ഫംഗ്ഷന് പോകുമ്പോൾ പെണ്ണുങ്ങളെല്ലാം അടുത്ത് വന്ന് സംസാരിക്കാറുണ്ട്. പുള്ളിയും ചിരിച്ച് സംസാരിക്കും. അത് വേറെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തെളിവില്ലാതെ എങ്ങനെയാണ് വഴക്കുണ്ടാക്കുന്നത്? അല്ലറ ചില്ലറ വഴക്കുകളൊക്കെ ഞാനത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒന്നുമില്ലെന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇതുവരെയും പുള്ളിയെ പിടികൂടാനുള്ള ഒരു വകുപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. സംശയരോഗം എനിക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഉണ്ട് താനും. സൗന്ദര്യമുള്ള ഭർത്താക്കന്മാരുള്ളത് ചില സമയത്ത് ഒരു പ്രശ്നമാണ് മാഡം. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് പോസസീവായിട്ടുള്ളൊരു സ്നേഹം തന്നെയാണെന്ന് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് ഒരു കുഴപ്പവുമില്ല. മിക്കവാറും ഭാര്യമാർ അങ്ങനെ തന്നെ ആയിരിക്കാം. ഭർത്താവിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും കിട്ടിയിരിക്കുന്നത് എൻ്റെ മകൾക്കാണ്. അവൾ എന്നെക്കാളൊക്കെ 100 മടങ്ങ് സുന്ദരിയാണ്. ചെറുപ്പം മുതലേ ആരും അവളെ കണ്ടു കഴിഞ്ഞാൽ നോക്കും. അത്രയ്ക്കും ഒരു സൗന്ദര്യപ്രഭ അവൾക്ക് ഉണ്ട്. അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ എങ്കിലും അവളും അവളുടെ അച്ഛനെ പോലെ ഇത്തിരി ഇളക്കക്കാരിയും ഓവർ ആക്റ്റീവുമാണ്. അത് എനിക്കൊട്ടും ഇഷ്ടമല്ല. ഞാൻ നിയന്ത്രിക്കാൻ നോക്കിയെങ്കിലും അച്ഛൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ട് പെണ്ണ് പണ്ട് ഇത്തിരി ഓവർ ആക്റ്റീവായിട്ടാണ് വളർന്നു വന്നത്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും അവിടെയുള്ള എല്ലാ ചെക്കന്മാർക്കും ഇവളെ ഇഷ്ടമാണ്, സാറുമാർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്കതൊക്കെ ചില സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാക്കി. പക്ഷേ നന്നായി പഠിക്കും, വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. എന്നോട് മാത്രം തറുതല പറയും. അച്ഛൻ വരുമ്പോൾ പൂച്ചയാണ്, ഭയങ്കര സ്നേഹമാണ്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കേൾക്കുകയും ചെയ്യും. കോളേജിൽ പോയതോടുകൂടി മകൾ ആകെ മാറി, ഭയങ്കര മോഡേണായി. ചില സമയത്തൊക്കെ ഇത്തിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇടും. അത് എനിക്കൊട്ടും ഇഷ്ടമല്ല. ഞാൻ വഴക്കുണ്ടാക്കും. അപ്പോൾ ഈ പ്രായത്തിലല്ലേ പറ്റുകയുള്ളൂ, അവൾ ഇട്ടിട്ട് നടക്കട്ടെ എന്ന് അവളുടെ അച്ഛൻ പറയും. ഞാനിപ്പോൾ വഴക്കുണ്ടാക്കും. നിങ്ങൾക്ക് സ്വന്തം മകളെ ഇങ്ങനെ നടത്താൻ ഇഷ്ടമാണോ? എന്തൊരു അഹങ്കാരമാ!
പെണ്ണ് വലിയ പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എൻ്റെ കുറ്റം പറയരുത്, നിങ്ങൾ തന്നെയാണ് അതിന് കാരണക്കാരൻ എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ഭർത്താവിനോട് പറയും, അവളൊരു കുഴപ്പമുണ്ടാക്കില്ല, ഞാൻ കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കില്ലായിരുന്നു. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ എന്താ കുഴപ്പമുണ്ടാക്കിയത്? ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊഞ്ചിക്കും. ഇത്രയും നാളായിട്ടും ഭർത്താവിന് എന്നോടുള്ള ആവേശം കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങ് ബലഹീനയാകും. ഭർത്താവൊന്ന് ചുറ്റിപ്പിടിച്ച് ഒരു മുത്തം തന്ന് രണ്ട് പോപ്പോയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ പറയും, ശരി, നിങ്ങളുടെ ഇഷ്ടമെന്നും. അത്തരം ചില ബലഹീനതകൾ ഏത് പെണ്ണുങ്ങൾക്കുമുണ്ടല്ലോ. +2 വരെ മോള് ഒന്നും ചെയ്യില്ല, പഠിക്കുക മാത്രമാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് പറ്റില്ല, കാര്യം നീ എല്ലാ കാര്യങ്ങളും പഠിക്കണം. വീട്ടിൽ ജോലി ചെയ്യുന്നതും പാചകവും ഒക്കെ പഠിച്ചാലേ പറ്റുകയുള്ളൂ. എനിക്ക് പാചകം ഇഷ്ടമല്ല. അങ്ങനെ പറഞ്ഞാൽ പോരാ, മറ്റുള്ളവർക്ക് പാചകം ചെയ്ത് കൊടുത്തില്ലെങ്കിലും അവനവൻ്റെ വിശപ്പിനെങ്കിലും പാചകം ചെയ്യാൻ പഠിക്കണം. ഭർത്താവ് പറഞ്ഞു, അതൊക്കെ അവൾ പഠിച്ചോളും, അത് പറ്റില്ല, പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ സ്ട്രിക്റ്റായിട്ട് ചില നിലപാടുകളെടുത്തു. അവൾ അടുക്കളയിൽ കയറണം, ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, ചായയൊക്കെ വെക്കണം, അതൊക്കെ ഞാൻ പഠിപ്പിച്ചു. ഭർത്താവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് എന്നെ ഓടിക്കും. പിന്നെ അവളോട് ഞാൻ പറഞ്ഞു, തുണി നനയ്ക്കണം, എന്തായാലും അത് വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അതിലിട്ട് ഒന്ന് ശരിയാക്കിയെടുത്ത് ട്രൈ ചെയ്ത് നീ അവിടെ വിരിച്ചാൽ മതി എന്ന് പറയും. ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, ഇഷ്ടമല്ല. പക്ഷേ സ്ട്രിക്റ്റായി കഴിഞ്ഞപ്പോഴേക്കും, പതിവായി ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ തുണിയൊക്കെ നനയ്ക്കാൻ തുടങ്ങി. അവളാണ് പിന്നെ അത് കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത്. ഒരു ദിവസം ഹസ്ബൻഡ് വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു വലിയ കവർ കൊണ്ടുവന്നു. അതിൽ എനിക്കുള്ള ചില വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മോൾക്കുള്ളതും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കില്ലേ മാഡം, ഒരു 25 ജോക്കി ടൈപ്പ് സംഗതികളുണ്ട്. അതും ഭർത്താവ് ഉപയോഗിക്കുന്ന ടൈപ്പല്ല, ചെറിയൊരു നിക്കർ പോലെയൊക്കെയുള്ള എല്ല് ടൈപ്പ്, ട്രങ്ക് ടൈപ്പ്. ഇതെന്താ 25 ഒന്നിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സമ്മാനമായിട്ട് തന്നാണോ? നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അതെ, ഇത് കോട്ടൺ ടൈപ്പാണ്. അതുമാത്രവുമല്ല, മോള് പറഞ്ഞു മറ്റേ ടൈപ്പ് കൊള്ളില്ല, കോട്ടൺ, പ്യുവർ കോട്ടണുള്ള ഇത്തരം മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, ജിമ്മിലൊക്കെ പോകുമ്പോഴേക്കും അതാണ് നല്ലത് എന്ന് അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മറ്റേതെല്ലാം ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് വാങ്ങുകയും ചെയ്തു. അതുമാത്രമല്ല, അതെല്ലാം അങ്ങ് ഓട്ട വീണ് കീറിപ്പോവുകയാണ്. എൻ്റെ പഴയ ടൈപ്പ് അത് കൊള്ളില്ലെന്ന് മോൾ തന്നെയാണ് പറഞ്ഞത്. അവളെന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞത്? എടി, അവളല്ലേ അത് നനയ്ക്കാനൊക്കെ എടുത്തിടുന്നത്. അപ്പോൾ പലപ്പോഴും നനച്ചെടുത്ത് കഴിയുമ്പോഴേക്കും കീറിപ്പോകുന്നത് പോലെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവൾ പറഞ്ഞു, അതല്ല നല്ലത്, ഇതാണ് നല്ലത് എന്ന് പറഞ്ഞ് നെറ്റിൽ അവൾ എന്നെ ഫോട്ടോ കാണിച്ചു. പിന്നെ ബ്രാൻഡ് പറഞ്ഞു തന്നു. അങ്ങനെയാണ് ഞാൻ പോയി വാങ്ങിച്ചത്. അതിന് 25 വാങ്ങേണ്ട കാര്യമുണ്ടോ? അത് നിനക്കെന്താ, ഓഫർ കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. നിങ്ങളെന്തിനാണ് പെണ്ണിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്? അവളോടാണോ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്? അതിനെന്താ, അവൾ വിവരവും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയല്ലേ. അതുമാത്രമല്ല, ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് രാവിലെ വരുമ്പോഴേക്കും എനിക്ക് ചെറിയ ഇച്ചിങ് ഒക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കോട്ടനാണ് നല്ലത്, അതേപോലെ തന്നെ ഈ ഒരു ടൈപ്പുമാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവളാണ് സജസ്റ്റ് ചെയ്തത്. നിന്നേക്കാൾ വിവരമുണ്ട്. അവരൊക്കെ ഇൻ്റർനെറ്റ് ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്, അവരോട് എന്തും പറയാം. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ സജഷൻസുമുണ്ട്. എനിക്കൊരു ക്രീം പോലും സജസ്റ്റ് ചെയ്തത് അവളാണ്. നീ ഇത്രയും നാളായിട്ടും ഞാൻ പലപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. നീ എന്തെങ്കിലും ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും സാരമില്ല, ഓക്കെ, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയി ക്രീം മേടിക്കൂ എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ. അവളാണ് എനിക്ക് പ്രത്യേകം ആണുങ്ങളൊക്കെ അവിടെ വാഷ് ചെയ്യുന്ന ലിക്വിഡും പിന്നെ നല്ല സുഗന്ധമുള്ള ക്രീമും ഒക്കെ പറഞ്ഞു തന്നത്. നിനക്ക് എന്തറിയാം? എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, ഇത്തരം കാര്യങ്ങൾ മകളോട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നീ ഒന്ന് പോയി, ഏത് യുഗത്തിൽ നിന്നാണ് നീ ഇറങ്ങി വന്നത്? മോൾക്ക് അറിവുണ്ട്, അവളോട് എന്തും ചർച്ച ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നീ തന്നെ സഹിക്കൂ എന്ന് പറഞ്ഞ് ഭർത്താവ് പോയി. ഓ, ശരിക്കും അച്ഛനും മോളും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. എന്നേക്കാൾ കൂടുതൽ സ്നേഹം മോളോടാണ്. അതൊക്കെ ഓർത്തപ്പോൾ ചെറിയൊരു അസൂയ എനിക്കുണ്ടായോ എന്നറിയില്ല. പിന്നീട് മോളെ തനിച്ച് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും, നീ എന്തിനാടി അച്ഛനോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത്? നീ ഏതോ ക്രീം വാങ്ങിച്ചു കൊടുത്തെന്നോ, എന്നിട്ട് അങ്ങേരോട് വേറെന്തൊക്കെയോ വാങ്ങാൻ പറഞ്ഞെന്നോ എന്ന് പറഞ്ഞ് 25 അങ്ങേരെ വാങ്ങിച്ചോണ്ട് വന്നല്ലോ. എന്താ, വട്ടാണോ രണ്ടിനും എന്ന് ചോദിച്ചു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴേക്കും, എടി, അച്ഛനുമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും പെൺകുട്ടികൾ ചർച്ച ചെയ്യാറില്ല. അവർ സാധാരണ കാര്യങ്ങൾ മാത്രമേ പറയാവൂ, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാരോട് സംസാരിക്കരുത്, അമ്മമാരോടാണ് പറയേണ്ടത്. അതിന് അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ്റെ ഒരു കുഴപ്പം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സജഷൻസ് കൊടുത്തു, ഞങ്ങൾ സംസാരിച്ചു. അതിന് അമ്മയ്ക്ക് എന്താണ്? അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടോ? അമ്മയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ തിരിഞ്ഞാലും അമ്മയ്ക്ക് സംശയമാണെന്ന്, അമ്മ സംശയരോഗിയാണെന്ന് എനിക്കൊരു 8ാം ക്ലാസ് ആയപ്പോൾ മുതലേ അച്ഛൻ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പുറത്തുള്ള പെണ്ണുങ്ങളുമായിട്ട് അച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അമ്മ കണക്ട് ചെയ്ത് സംശയരോഗം പ്രകടിപ്പിക്കും. ഇപ്പോൾ എൻ്റെ മേലായോ? ഞാനും എൻ്റെ അച്ഛനും കൂടെ എന്ത് പറയണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അമ്മയാണോ?
ഇതൊക്കെയാണ് അമ്മയുടെ വലിയ കുഴപ്പം. ശരിക്കും വീട്ടിൽ വീട്ടമ്മയായിട്ടിരുന്ന് അമ്മ മുരടിച്ചു പോയി. ലോകോപരം വേണം. ഒരു ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. എന്ത് ചെയ്യാനാണ്? പഴഞ്ഞ ചിന്താഗതിയുമായി നടക്കുകയാണ്. ഇതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഇത് പറഞ്ഞ് ഞാനും മകളും കൂടെ വലിയൊരു വഴക്കുണ്ടായി. അവൾ എന്നോട് മിണ്ടാതായി. ഭർത്താവ് ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടനില നിന്നു. പക്ഷേ ഭർത്താവിനോട് ഞാൻ ചൂടായി. അപ്പോൾ മോളും അത് കയറിയേറ്റു. അങ്ങനെ വലിയൊരു വഴക്കുണ്ടായി. അവസാനം ഭർത്താവ് മോളുടെ കൂടെ നിലയുറപ്പിച്ചു. അവൾ പറഞ്ഞതാണ് ശരി. നിനക്ക് ലോകോപരമില്ല. നീ പഴഞ്ഞ ചിന്താഗതിക്കാരിയാണ്. അച്ഛനെയും മോളെയും പോലും നീ ഒന്നിച്ചു ചേർത്ത് പറയുന്നു. അപ്പോൾ നിനക്കെന്തോ സാരമായ കുഴപ്പമുണ്ട്. നിന്നെ ഇത്രയും നാൾ സ്നേഹിച്ചത് എൻ്റെ തെറ്റാ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് അന്ന് മുതൽ അടുത്ത ഗസ്റ്റ് റൂമിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി. ഞാൻ പോയി അങ്ങനെയല്ല, പറഞ്ഞത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞു, ഇല്ല, ഞാനിനി കുറേ നാളത്തേക്ക് ഇവിടെയാണ്, നിൻ്റെ അടുത്തേക്ക് വരുന്നേയില്ല. നിന്നെ താലോലിക്കുന്നുണ്ട് ഈ പ്രായത്തിലും, അതാണ് നിനക്ക് അഹങ്കാരം എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ആട്ടിപ്പായിച്ചു. പിന്നീട് എല്ലാവരും തമ്മിൽ പഴയതുപോലൊക്കെ മിണ്ടാൻ തുടങ്ങിയെങ്കിലും മകൾ ഞാൻ പറഞ്ഞതിൽ പാതിയും അനുസരിക്കില്ല. അവളുടെ അച്ഛനുമായിട്ട് എപ്പോഴും പുറത്തു പോക്കാണ്. അച്ഛനില്ലാത്തപ്പോൾ വീടിനകത്ത് കയറി കതകടച്ചിരിക്കും. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിക്കും. അത്രയേ ഉള്ളൂ. പഴയ കിന്നാരമോ തുള്ളിച്ചാട്ടമോ ഒന്നുമില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പെണ്ണിന് ഇളക്കമാണ്. പിന്നെ രണ്ടുപേരും കൂടെ എന്നെ കൂട്ടാതെ പലയിടത്തേക്ക് പോകും. ഭർത്താവും പല കാര്യങ്ങളും എന്നോട് പറയാതായി. ശരിക്കും ആ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ടു. എൻ്റെ അനിയത്തിയോടും എൻ്റെ അമ്മയോടുമൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകരുത്. നീ അങ്ങനെ പറഞ്ഞതിന് തെറ്റാണ്. അവർ അച്ഛനും മകളുമാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. നീ ഇതൊക്കെ എന്തിനാണ് പറയാൻ പോയത്? ഇത് നിസ്സാര കാര്യമല്ലേ? നിനക്ക് സംശയരോഗമുണ്ടെന്ന് അവൻ പറയുന്നത് കറക്റ്റാണെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ഞാനും തകർന്നു പോയി. എൻ്റെ ഭർത്താവ് അപ്പോൾ എല്ലാവരോടും ഞാൻ സംശയരോഗിയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മോളോടടക്കം. എന്താ ചെയ്യുക? ഒരു പിടിയുമില്ല. തൽക്കാലം അവരോട് രണ്ടുപേരോടും വഴക്കുണ്ടാക്കാൻ പോകുന്നത് ബുദ്ധിയല്ലെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. അവരായി അവരുടെ പാടായി. അത്യാവശ്യം സംസാരിക്കും, അത്രയേ ഉള്ളൂ. ചില ദിവസങ്ങളിൽ മോളുടെ മുറിയിൽ കയറി ഞാൻ എന്തെങ്കിലും വേസ്റ്റുകളോ മറ്റോ അവിടെ ഉണ്ടോ, അവൾ വൃത്തിയാക്കിയിട്ടാണോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കാറുണ്ട്. ഞാനുമായിട്ട് പിണങ്ങിയതിൽ പിന്നെ അവൾ അധിക ജോലികളൊന്നും ചെയ്യാറില്ല. ഇത്തിരി ലേസിയാണ്. പിന്നെ ഞാൻ ചെന്ന് അവളുടെ റൂമൊക്കെ വൃത്തിയാക്കുന്നതിൽ അവൾക്കത്ര വലിയ കുഴപ്പവുമില്ല. അവളുടെ മുറിയിൽ കയറിയാലും അവളുടെ അലമാരിയൊന്നും തുറക്കാൻ എനിക്ക് പറ്റില്ല. അവളുടെ രഹസ്യങ്ങൾ തിരയാനും പറ്റില്ല. എല്ലാം അവൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അച്ഛൻ കൂട്ടിനുണ്ടല്ലോ, അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ആ മുറിയിൽ തൂക്കാനും വാരാനും കയറി. മാഡം, അധികം അഴുക്കൊന്നുമില്ല. പക്ഷേ കട്ടിലിനടിയിൽ തൂത്ത് കഴിഞ്ഞപ്പോഴേക്കും കട്ടിലിൻ്റെ ഒരു സൈഡിൽ നിന്ന് എനിക്ക് ഭർത്താവിൻ്റേത് പോലെയുള്ള ഒരു ജോക്കി ടൈപ്പ് കിട്ടി. അന്ന് കൊണ്ടുവന്നതിൽ ഒന്നാണ്. അത് കണ്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. 3-4 ദിവസമെങ്കിലുമായി കാണും ആ വിടവിൽ വീണ് കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് മാറാലയോ പൊടിയോ ഒക്കെ അതിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. ഞാനതൊന്ന് എടുത്ത് വിടർത്തി നോക്കി. ഭർത്താവിൻ്റെ തന്നെയാണെന്ന് ഉറപ്പിച്ചു. വിടർത്തി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കണ്ട പാടുകൾ എന്നെ അമ്പരപ്പിച്ചു. കാര്യം ഇത്രയും കാലമില്ലാത്ത രീതിയിലുള്ള തീർത്ഥ പ്രവാഹത്തിൻ്റെ വരണ്ട തെളിവുകൾ ഞാനതിൽ കണ്ടെത്തി. ശരിക്കും ഞാൻ സ്തബ്ധയായി കട്ടിലിൽ ഇരുന്നു പോയി. അതെടുത്തു കൊണ്ടുവന്ന് ഞാൻ വാഷിംഗ് മെഷീൻ്റെ സമീപത്ത് വെച്ചു. മോള് വന്നിട്ട് വേണം ചോദിക്കാൻ. ഇവിടെ ഞാൻ അറിയാതെ ശരിക്കും നടക്കുന്നത് വമ്പൻ ചതിയാണ്. ഞാൻ അവളെ വാൺ ചെയ്തപ്പോൾ ഇനി വാശിയോടുകൂടി അവൾ ഇറങ്ങിത്തിരിച്ചതാണോ? എൻ്റെ ഭർത്താവ് അങ്ങനെ അല്ലെങ്കിൽ കൂടി ഇവളുടെ ഇളക്കം മൂലം അങ്ങനെ വേണമെങ്കിലും അവൾ ചുറ്റി വളച്ച് കൊണ്ടുവരും. അത്രയും ടൈപ്പാണ്. എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് കുശാഗ്ര ബുദ്ധിയുണ്ട്. പ്രായത്തേക്കാൾ മികച്ച അറിവുകളുമുണ്ട്. ഇളക്കക്കാരിയുമാണ്. അതെനിക്ക് സമ്മതിക്കാതെ തരമില്ല. ഇവൾ എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ ഭർത്താവിനെ ഇവൾ പാട്ടിലാക്കിയോ? സ്വന്തം അച്ഛനെ? ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഇന്നിങ്ങി വരട്ടെ, വന്ന് ചോദിച്ച് ഇതിനൊരു നിവർത്തി വരുത്തിയിട്ട് വേണം ബാക്കിയെന്ന് ഞാൻ ചിന്തിച്ചു കൂട്ടി. എനിക്ക് ഒരു സമാധാനവുമില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാൻ തനിയല്ലേ ഉള്ളൂ. ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്തായാലും ഇത്രയും പാടുകൾ അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഒന്നും നടന്നു കാണില്ല. നടന്നെങ്കിൽ പാടുകൾ അവിടെ തറയിലോ ബെഡ്ഷീറ്റിലോ എവിടെയെങ്കിലുമാണ് വരുന്നത്. ഇതിപ്പോൾ മോള് എടുത്തോണ്ട് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നനയ്ക്കാനെടുത്തപ്പോൾ അവൾ എടുത്തോണ്ട് പോന്ന് ഉപേക്ഷിച്ച് മറന്നായിരിക്കാം. കാര്യം ഞാനിപ്പോൾ കൂടെ ഇല്ലല്ലോ. അപ്പോൾ ഭർത്താവ് നല്ല രീതിയിലുള്ള
കൈക്രിയകൾ അവിടെ നടത്തുന്നുണ്ടാകും. അതിൻ്റെ തെളിവാണിത്. അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിചാരിക്കുന്ന പോലെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇങ്ങനെയാകില്ല. കാരണം അവർക്ക് ആ സമയത്ത് ഇതൊക്കെ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ആ മുറിയെല്ലാം ഒന്ന് പരതി, ഒന്നും കണ്ടെത്താനായില്ല. ചിലപ്പോൾ അദ്ദേഹം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തായിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു. എന്നാലും മോളത് എന്തിനെടുത്തോണ്ട് പോന്നു? ഇവൾ വലിയ കള്ളിയാണ്. ഇവളെ സസൂക്ഷ്മം നിരീക്ഷിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. മോള് വന്നപ്പം ഞാൻ പറഞ്ഞു, എടി നിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാണ്, അച്ഛൻ്റെ ഇത് എങ്ങനെയാണ് അവിടെ വന്നതെന്ന്. അപ്പോൾ അവളൊന്ന് പതറി. എന്നിട്ട് പറഞ്ഞു, അത് അച്ഛൻ്റെ മുറിയിൽ നിന്നും ഞാനെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടും എൻ്റെ മുറിയിലേക്ക് വന്നപ്പോൾ അവിടെ കാണാൻ വീണ് പോയതായിരിക്കും. അച്ഛൻ്റെ മുറിയിൽ നിന്നെല്ലാം എടുത്തോണ്ട് നീ വാഷിംഗ് മെഷീൻ്റെ അടുത്തോണ്ടല്ലേ പോകേണ്ടത്, എന്തിനാണ് അങ്ങോട്ട് കൊണ്ടുപോയത്? അത് പിന്നെ ഞാൻ എൻ്റെ കട്ടിലിൽ കുറേ സാധനങ്ങൾ എൻ്റെ ഇത് കൂട്ടിയിട്ടിരുന്നു. അച്ഛൻ്റെ മുറിയിൽ നിന്ന് ആദ്യം എടുത്തുകൊണ്ട് വന്നിട്ടും എൻ്റെ ആ സാധനങ്ങളുടെ കൂട്ടത്തിലിട്ടിട്ട് എല്ലാം കൂടെ ഞാൻ വാരിക്കൊണ്ട് അങ്ങോട്ട് പോയപ്പം പറ്റിപ്പോയതാ. അതിന് ഇത്ര വലിയ കാര്യം നോക്കേണ്ട കാര്യമില്ല. എങ്കിൽ അത്ര വലിയ പ്രശ്നമാണെങ്കിൽ അമ്മയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ നനയ്ക്കാമായിരുന്നല്ലോ. അമ്മ എന്നിട്ട് പ്രോപ്പറായിട്ട് അച്ഛന് ഒന്നും നനച്ചു കൊടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാനും ഒന്ന് പമ്മി. എന്ത് പറയാനാണ്? അത് പിന്നെ നിൻ്റെ അച്ഛനും നീയൊക്കെ എന്നോട് സമരമല്ലേ? ഞങ്ങൾ സമരമൊന്നുമില്ല. അമ്മയുടെ സംശയരോഗം കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇനിയിപ്പോൾ സംശയരോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള സംസാരം കൂടെ ഞങ്ങൾ നിർത്തുമേ എന്നവൾ വാൺ ചെയ്തു. പിന്നെ ഞാൻ തർക്കിക്കാൻ പോയില്ല. എങ്കിലും എനിക്ക് ഭയങ്കര സംശയമുണ്ടായിരുന്നു. ഉറങ്ങാതിരിക്കണം. ഉറങ്ങാതെ ഇരുന്നെങ്കിൽ മാത്രമേ ഇവരുടെ ചെയ്തികൾ നിരീക്ഷിക്കാൻ പറ്റൂ. എൻ്റെ മനസ്സിൽ എന്തോ ഒരു മണിയടിച്ചു. കാര്യം ഞാൻ സംശയരോഗിയാണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിരുന്നു. എന്തായാലും ഉള്ളതാണോ കള്ളമാണോ, എൻ്റെ സംശയം ശരിയാണോ, ഞാൻ സംശയരോഗിയാണോ, എനിക്ക് തന്നെ എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഞാൻ പിന്നീട് ഉറക്കമില്ലാതെ കാത്തിരുന്നു മാഡം. എൻ്റെ റൂമിൻ്റെ കതക് ഞാൻ ജസ്റ്റ് ഒന്ന് ചാരിതയുള്ളൂ. ഇടയ്ക്ക് ഒരു കസരയിട്ട് ഞാൻ ഇവിടെ കൂടെ രാത്രി നോക്കും. 11 മണി മുതൽ 1 മണി വരെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഒരു കാര്യം കണ്ടുപിടിക്കാൻ എനിക്ക് ഡിറ്റക്റ്റീവിൻ്റെ മനസ്സായിരുന്നു. പക്ഷേ ഞാനങ്ങനെ തുടങ്ങി. 5-ാമത്തെ ദിവസം മോളുടെ വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടു. ഭർത്താവ് പെട്ടെന്നകത്തേക്ക് കയറിപ്പോകുന്നു. എൻ്റെ മനസ്സ് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. എന്താണ് ഇപ്പം തന്നെ ഓടിച്ചെന്ന് രണ്ടിനോട് വഴക്കുണ്ടാക്കണോ? വേണ്ട, ഇരിക്കട്ടെ, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എനിക്ക് ഒന്ന് കാണണം കൈയോടുകൂടി. എന്താണ് എൻ്റെ തെറ്റിദ്ധാരണയാണോ സംശയരോഗമാണോ എന്നെല്ലാം എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ. എന്നിട്ട് മാത്രമേ പ്രതികരിക്കാവൂ. ഇത്രയും നാൾ ഞാൻ ആദ്യമേ കയറി പ്രതികരിച്ചു. അത് ശരിയല്ല. എന്തായാലും മോളുടെ റൂമിൽ പുറത്തുകൂടി പോയി നോക്കണം. കാര്യം അകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാഴ്ചകളും കിട്ടിയില്ല. അവളുടേത് ഒരു കണ്ണാടി ജനലാണ്. പക്ഷേ എനിക്കറിയില്ല എത്രത്തോളം കാഴ്ച കിട്ടുമെന്ന്. അകത്തെ കാഴ്ച എന്തായാലും കിട്ടില്ല. എങ്കിലും അവ്യക്തമായ കാര്യങ്ങളോ സംഭാഷണങ്ങളോ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ രാത്രി ശബ്ദമുണ്ടാക്കാതെ കതക് തുറന്ന് പുറകെ കൂടി ഒട്ടും വെട്ടമില്ലാതെ നടന്നുപോയി. വെളിയിലിറങ്ങി ചെന്ന് മോളുടെ ജനലിനോട് ചേർന്ന് ഞാൻ നിന്നു. അകത്ത് ചെറിയൊരു വെട്ടമുണ്ട്, പക്ഷേ കാര്യങ്ങൾ വ്യക്തമല്ല. പക്ഷേ അച്ഛൻ്റെയും മകളുടെയും ചില ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. എന്തൊക്കെയോ ചെറിയ രീതിയിൽ സംസാരിക്കുന്നു. വ്യക്തമായിട്ട് തിരിച്ചറിയുന്നില്ല. ഇനി ജനൽപ്പാടുകൾ ഏതെങ്കിലും അടയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടോ? ഒന്ന് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിടിച്ചു നോക്കി. പക്ഷേ അത് നടക്കുന്നില്ല. അകത്തുള്ള ശബ്ദങ്ങൾ എന്നെ അലോസരപ്പെടുത്തി. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എനിക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് ഊഹിക്കാനായി. എനിക്ക് ശരിക്കും ഷോക്കായിരുന്നു. അറിയാവുന്ന കാര്യമാണെങ്കിലും എൻ്റെ സംശയരോഗമല്ല, ഇതിൽ ശരിക്കും കാര്യങ്ങളുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും മോള് മൂങ്ങാമുളുന്ന പോലെ എന്ന് മൂളാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും എന്ന്. അതുകൊണ്ട് മുന്നോട്ട് പോയി ഇന്നങ്ങനെ രസിക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ ജനലിലിട്ട് 2 കൊട്ട് കൊട്ടിട്ട് ഒറ്റ ഓട്ടം ഓടി. ഇട്ടത്തോട് ഓടിയിട്ട് ഞാൻ വന്ന് മുൻവശത്തെ കതക് തുറന്ന് അകത്തേക്ക് കയറുകയും ചെയ്തു. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ആ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ചു നിർത്തിയിട്ട്, എൻ്റെ പൊന്നു മാഡം, എനിക്ക് എന്തൊക്കെ പറയാമോ ആ തെറിയെല്ലാം ഞാൻ പറയുകയും ചെയ്തു. എന്നാലാവത് 2 പേർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഭർത്താവിൻ്റെ കഴുത്തിന് മുമ്പിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഞാൻ കിടന്ന് ഉച്ചയുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നെ പിടിച്ചു കൊണ്ടുവന്ന് എൻ്റെ റൂമിലിട്ടു. പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ കിടന്ന് അലച്ചിട്ടും ഒരു കാര്യമില്ലല്ലോ. പിന്നെ ഭർത്താവ് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, നീ എത്ര ബഹളം വെച്ചിട്ടും കാര്യമില്ല. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സംശയരോഗമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കാം. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തോടു കൂടി നടക്കും.
പിന്നെ മോളെ നീ ഇവിടെ നിർത്തില്ലെങ്കിൽ അവളെ കൊണ്ട് ഞാൻ ഹോസ്റ്റലിലാക്കും, പേയിങ് ഗസ്റ്റ് റൂമിലാക്കും. അവിടെ ഞാൻ പോയി കണ്ടോളാം. വേറൊരു കാര്യമില്ല. നീ ഇനി ഞങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും നീ തന്നെ നാണം കെടും, അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നീട് രാവിലെ ആയപ്പോഴേക്കും മുറിയൊക്കെ തുറന്നു. പക്ഷേ ഞാൻ വഴക്കുണ്ടാക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും എന്നെ മൈൻഡ് ചെയ്തില്ല. അയലത്തുള്ളവർ ചോദിച്ചു എന്താ ബഹളമെന്ന്. അപ്പോൾ എൻ്റെ മോൾ തന്നെ അവരോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട്, രാത്രിയിലൊക്കെ ബഹളമാണ്, എന്നെ അച്ഛനെയും കൂടെ സംശയിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ അവൾ അവർക്കിടയിലെല്ലാം എന്നെക്കുറിച്ച് സംശയത്തിൻ്റെ വിത്ത് പാകി. മാഡം, ഞാൻ അവരോട് യഥാർത്ഥ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ തോന്നാണ്. അങ്ങനൊന്നും ഒരച്ഛനും മകളും തമ്മിലില്ല, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ അവർ പറയുകയാണ്. എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോഴും അവരങ്ങനെ തന്നെ, ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ മോളെ ഭർത്താവ് ഹോസ്റ്റലിൽ നിർത്തിയിരിക്കുകയാണ്. ഞാൻ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എല്ലാ ദിവസവും പോയി കാണുന്നുമുണ്ട്, അവർ കറങ്ങി നടക്കുന്നുമുണ്ട്. എല്ലാവരുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയാണ്, ഭർത്താവ് വേറെ റൂമിൽ കഴിയുന്നു, വേണമെങ്കിൽ വിവാഹമോചനം ചെയ്തു പോകാനാണ് പറയുന്നത്. ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ പോയിട്ട് എന്താണ് മാഡം കാര്യം? അതുകൊണ്ട് ഇപ്പോൾ ആരോടും ഒന്നും പറയാതെ ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ. മോളോ ഭർത്താവോ എന്നോട് യാതൊരു കരുണയും സ്നേഹവും കാണിക്കുന്നില്ല. മോൻ വരുമ്പോൾ മാത്രമാണ് എന്നോട് സ്നേഹം. മോനോടും ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സംഭവിച്ചതാണ്. എൻ്റെ സംശയരോഗമൊന്നുമല്ല മാഡം. ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി. എന്താണ് മാഡം ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും ഒരമ്മയ്ക്ക് സഹിക്കാവുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് സംശയരോഗമാണെങ്കിലും അല്ലെങ്കിലും കണ്ടു എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഓർക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പവിത്രത മാത്രം കൽപ്പിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എല്ലാവരുടെയും ചിന്ത. അതിനിടയ്ക്ക് ഈ കഥകളൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആരായാലും ഞെട്ടിപ്പോകും, വിശ്വസനീയവുമല്ല എന്ന രീതിയിലായിരിക്കും എല്ലാവരുടെയും പ്രതികരണം. പക്ഷേ ഈ സിറ്റുവേഷൻ അവർക്ക് സാധകമാവുകയും നിങ്ങൾക്ക് സംശയരോഗമാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് പറ്റുകയും ചെയ്തു. കാര്യം നേരത്തെ തന്നെ നിങ്ങൾ ചില സംശയ കാര്യങ്ങൾ പറയുമായിരുന്നല്ലോ, അത് വെച്ച് തന്നെ നിങ്ങളെ കളയാക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങളിത് പറഞ്ഞപ്പോഴേക്കും അവർക്കത് ഡിഫെൻസ് ചെയ്യാൻ എളുപ്പമായി. കാര്യം ഓൾറെഡി നിങ്ങൾ സംശയരോഗിയാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അച്ഛനെയും മകളെയും കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അത് മിക്കവാറും 90% ആളുകളും വിശ്വസിക്കില്ല. അപ്പം നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും നിങ്ങൾ കണ്ടെങ്കിലും അവരെ കൈയോടുകൂടി കണ്ടെങ്കിലും ഒന്നും മറ്റുള്ളവരോട് പറയുമ്പോഴേക്കും അങ്ങനെയല്ല, ഞങ്ങളുടേത് പവിത്രമായ ബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഒരു തെളിവുകളില്ലാത്തപ്പോൾ നിങ്ങളെ ചിലപ്പോൾ മാനസിക രോഗിയായിട്ടോ അല്ലെങ്കിൽ സംശയക്കാരായിട്ടോ അവർ പറയുമ്പോൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ ആയിരിക്കാം, അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കും, അച്ഛനെയും മോളെക്കുറിച്ചല്ലേ പറയുന്നത്, സ്വന്തം ഭാര്യ, അപ്പോൾ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് മാത്രമേ ആളുകൾ ധരിക്കുകയുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അന്വേഷിക്കാൻ ആളുകൾ മെനക്കിടില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് കൗൺസിലിംഗ് കൊടുത്ത് ബന്ധങ്ങളുടെ വില മനസ്സിലാക്കി അങ്ങനെ അല്ലാതാക്കി തീർക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾക്ക് സംശയരോഗമാണെങ്കിലും നിങ്ങൾ 3 പേരും കൂടി കൗൺസിലിങ്ങിന് പോകേണ്ടതാണ്. ഇതിനകത്തെ ആ ഒരു കെട്ടുകളൊക്കെ അഴിച്ചെടുക്കേണ്ടതാണ്. പക്ഷേ അതിനൊന്നുള്ള സിറ്റുവേഷൻ ഇല്ലാത്തപ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ ആ വീട്ടിൽ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ രണ്ടും രണ്ട് രീതിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ജീവിതത്തിൽ നിന്ന് വേണ്ട, നിങ്ങൾ പിരിയാം എന്നുള്ള തീരുമാനം എടുക്കാം. പക്ഷെ ഓർക്കുക, മകളും ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അപ്പം അവളുടെ സ്വഭാവം അല്ലെങ്കിൽ അച്ഛൻ ഇനി സ്വാധീനിച്ചതാണോ അവൾ തന്നെ മുൻകെടുത്താണോ നമുക്കറിയില്ല. അപ്പോൾ വഴി തെറ്റിയ രീതിയിലാണ്. അവളെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ദേഷ്യം എന്നുള്ള ആയുധമുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല. സ്നേഹപൂർവ്വം അവളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കുറച്ചുകൂടെ പക്വതയായിട്ട് നടന്നു. പക്ഷേ ഏത് സാഹചര്യത്തിൽ എങ്ങനെയോ മനസ്സ് മാറി നടന്നതാണ്. അതിനെ പക്വതയോടുകൂടി സമീപിച്ച് ഭർത്താവിനോടും മകളോടും ശാന്തമായി സംസാരിച്ച് അവർക്ക് ഈ കാര്യങ്ങളെ തെറ്റ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന രീതിയിൽ നിങ്ങൾ ശാന്തയായി അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ, അത്തരമൊരു നല്ല ബുദ്ധിയും സമാധാനവും പ്രയോഗിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതം ശരിയായി വരും. തെറ്റുകൾ ചെയ്യാത്തതായിട്ട് ആരുമില്ല. അപ്പം നമുക്ക് അങ്ങനൊന്നും പറയാൻ പറ്റില്ല. ഏത് സിറ്റുവേഷനിൽ എങ്ങനെ നടക്കും, നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ കാണും. നിങ്ങളുടെ ആ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു സമീപനം എടുത്ത് 2 പേരോടും കുറച്ചുകൂടി ദയയും സ്നേഹവും ഒക്കെ കാണിച്ച് കോപപ്പെടാതെ ഈ കാര്യത്തിന് സീരിയസ്നെസ് മനസ്സിലാക്കി അവരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ തക്കവണ്ണം ഒരു കൗൺസിലിങ്ങിനെ മറ്റും എത്തി എല്ലാവരുടെ സ്നേഹത്തോട് പെരുമാറിയിട്ട് ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അതല്ലാതെ എല്ലാവരും താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഓപ്ഷൻസ് ഒന്നും ഇതിലില്ല.